നമസ്കാരം, റാഫി മാഷാണ്. കഴിഞ്ഞ വീഡിയോ കാറ്റഗറി തമ്മിലുള്ള ടോപ്പ് എൻഡും ബേസിക്കും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ വീഡിയോ ഭയങ്കര ചലനമുണ്ടാക്കിയൊരു വീഡിയോ ആണ്. ഏകദേശം 2 ലക്ഷം ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. അപ്പൊ അതില് എനിക്ക് കുറേ കോളുകൾ, മെസ്സേജുകൾ നിരന്തരമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം മെസ്സേജ് കോളുകൾ. അവരൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഞങ്ങളൊക്കെ എംപവേർഡ് പ്ലസ് എംപവേർഡ് 40 ബുക്ക് ചെയ്ത ആൾക്കാരാണ്, ടോപ്പ് എൻഡ് ബുക്ക് ചെയ്ത ആൾക്കാരാണ്. എന്താണ് മാഷ് ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ ഇനി ടോപ്പ് എൻഡ് മാറണോ എന്നൊരു സംശയമാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വന്ന മെസ്സേജുകൾ. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് വെച്ചാൽ, പഞ്ച് EV എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞാൻ കണ്ട അഭിപ്രായത്തിൽ പറയാണ്. പഞ്ച് EV നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് എൻഡായ എംപവേർഡ് പ്ലസ് S40 ആണ്. അതിലൊരു സംശയമില്ല. ഞാനൊന്ന് അതിന് കാരണം ഒന്ന് പറയാം, അതിൻ്റെ ഓരോ ഓപ്ഷനും അതിൻ്റെ കാരണം ഒന്ന് പറയാം. ഇത് ഈ പുതിയ വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ്, അനുഭവ പരിചയം കൊണ്ട് പറയുകയാണ്. അപ്പോൾ പുതിയ ബുക്ക് ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ശരിക്ക് ബേസിക് ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതിനുശേഷം 30 kW ഉണ്ട്. അതിനുശേഷം 40 kW ഫസ്റ്റ് ബേസിക് വരുന്നത് സ്മാർട്ടാണ്, സ്മാർട്ട് 40 ആണ്. അപ്പോൾ ആ സ്മാർട്ട് 40യിൽ 12,20,000 രൂപയാണ് അതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ്. എന്നാൽ അതിന് നേരെ മുകളിലത്തെ ഓപ്ഷൻ ഈ സ്മാർട്ട് 40 പ്ലസിൽ ഏകദേശം അതിന് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിലേറെ എന്താണ് ഇനി അടുത്ത കാറ്റഗറി ഉള്ളത് ഞാൻ പറയുന്നത്. അതിന് നേരെ മുകളിലത്തെ കാറ്റഗറി പറയുന്നത് അഡ്വഞ്ചർ 40 ആണ്. അഡ്വഞ്ചർ 40 അതിന് 13 ലക്ഷം രൂപയാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ഈ സ്മാർട്ടിൽ നിന്ന് കൂടുതലായി കിട്ടുന്ന അതിലൊന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പുഷ് ബട്ടനാണ്, സ്റ്റോപ്പിനും സ്റ്റാർട്ടിനുള്ള പുഷ് ബട്ടനാണ് ഒന്ന് വരുന്നത്. മറ്റൊന്ന് ക്രൂയിസ് കൺട്രോളാണ്, ലോങ് ഒക്കെ പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് കീലെസ് എൻട്രി ആണ്. ഈ 3 ഓപ്ഷനാണ് അഡ്വഞ്ചർ 40യിലേക്ക് കൂടുന്നത്. സ്മാർട്ട് 40യിൽ നിന്ന് കൂടുന്നത് അഡ്വഞ്ചർ 40 കൂടുന്ന ഓപ്ഷൻ ഇത് മാത്രമാണ്. പിന്നെ അതിൻ്റെ സ്ക്രീനിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ, ഈ അഡ്വഞ്ചർ 40യുടെ നേരെ മേലത്തെ ഓപ്ഷനാണ് എംപവേർഡ് 40. എംപവേർഡ് 40 ആണ് പറയുന്നത്. അതിന് മേലെ ഓപ്ഷൻ കൂടെ ഉണ്ട്, എംപവേർഡ് 40 പ്ലസ് S എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എംപവേർഡ് 40യുടെ ഓപ്ഷൻ എന്താ വെച്ചാൽ, അതിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് 360 ക്യാമറ. അതൊരു പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടൊരു സാധനമാണ് ഈ 360 ക്യാമറ. ഭയങ്കര ഉപകാരപ്രദമായൊരു സംഭവമാണ് അത്. രണ്ടാമത് ഹെർമൻ്റെ ഇൻഫോടൈൻമെൻറ്റ്, നമ്മുടെ സിസ്റ്റം ഹെർമൻ്റാണ് വരുന്നത്. അതേപോലെ അതിൽ ആൻഡ്രോയിഡും അതുപോലെ ആപ്പിൾ കാർപ്ലേ രണ്ടും അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നു. രണ്ടും വരുന്നുണ്ട് അതിൽ, ആൻഡ്രോയിഡും ഉണ്ട് ആപ്പിളും ഉണ്ട്. പിന്നെ ഒന്ന് വരുന്നത് ഓട്ടോ ഹെഡ് ലാമ്പും ഓട്ടോ വൈപ്പറുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മഴ പെയ്യുമ്പോൾ വെള്ളം തട്ടി അപ്പോൾ വൈപ്പർ ഓണാവും, ഇഷ്ടമായ അപ്പോൾ ലൈറ്റ് ഓണാവും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ആംറസ്റ്റ്, അത് ശരിക്ക് കാണേണ്ട ഒരു സംഭവം. ആംറസ്റ്റ് നമുക്ക് ശരിക്ക് നല്ല വ്യത്യാസമാണ് ഈ ആംറസ്റ്റിൻ്റെ കാര്യത്തിൽ. ഇതാണ് ആംറസ്റ്റ്. ഇത് നമുക്ക് ഇവിടെ 2 സീറ്റിൻ്റെ ഇടയിൽ കൈ വെക്കാൻ ഭയങ്കര സൗകര്യമാണ്. മാത്രമല്ല അതിനുള്ളിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആംറസ്റ്റ് വളരെ സൗകര്യമുള്ള സാധനമാണ്. കൈ വളരെ റെസ്റ്റ് എടുക്കാം. ശരിക്കും ആ പേര് വളരെ അന്വർത്താണ്. അതിന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്, ഒരു സംശയമില്ല. അത് അഡ്വഞ്ചറും ഈ സ്മാർട്ട് പ്ലസും അഡ്വഞ്ചർ ഓടിച്ചൊരാക്കി എംപവേർഡ് ഓടിക്കുമ്പോൾ വേഗം മനസ്സിലാവും എന്താണ് ആംറസ്റ്റിന്റെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ, ഇതിന്റെ അലോയ് വീലാണ്, ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഇതിന് വരുന്നത്, ഈ എംപവേർഡ് 40ക്ക് വരുന്നത്. പിന്നെ ഡ്യുവൽ ടോൺ റൂഫ്, ഈ ബ്ലാക്ക് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് യെല്ലോ അങ്ങനെയുള്ള ഈ ഡ്യുവൽ ടോൺ വരുന്ന റൂഫ് വരുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ, എംപവേർഡ് 40ക്ക് മാത്രമേ ഉള്ളൂ. ഇത്രയും ഈ പറഞ്ഞ 3 ഓപ്ഷൻസ് എംപവേർഡ് 40യിൽ അധികമായിട്ട് വരുന്നതാണ്. ഈ പറഞ്ഞ സ്മാർട്ടിലെയും അഡ്വഞ്ചറിനെയും മേലെ വരുന്ന എംപവേർഡിന് വരുന്നതാണ്. ഇനി അടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നത് എംപവേർഡ് 40 പ്ലസ് S. അതിന് ഇപ്പോൾ പുതിയ ഓൺ ദ റോഡ് പ്രൈസ് 14,14,000 രൂപയാണ്. ഏകദേശം 20,000 രൂപ ഇപ്പോൾ പുതുതായി എല്ലാ ഓപ്ഷനിലും കൂടിയിട്ടുണ്ട്. ഇനി അതിൽ വരുന്ന ഓപ്ഷൻസ് എന്നൊക്കെ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സൺറൂഫാണ്. ഈ സൺറൂഫ് ഇതിന് വരുന്നത് ഇതിലാണ്. സൺറൂഫ് വരുന്നത് ഈ എംപവേർഡ് S40 പ്ലസിന് മാത്രമേ ഉള്ളൂ, ടോപ്പ് എൻഡിന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് അതിൻ്റെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റാണ്. ചാരുന്ന സീറ്റിൽ അല്പം AC കുറവാന്ന് പറഞ്ഞു, പക്ഷേ ഇരിക്കുന്നത് നല്ല കംഫർട്ടാണ്. AC ആ ചാരുന്നോട് കുറവേ ഉള്ളൂ, അതിന് കൂടാനും പോകുന്നില്ല, അതത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റും അതുപോലെ ഹെഡ്ലൈറ്റ് LED ആണ്. LED ഹെഡ് ലാമ്പാണ് ഇതിന് വരുന്നത്. പിന്നെ വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതിന് ഫ്രണ്ടിൽ ആംറസ്റ്റ് പറഞ്ഞു, പക്ഷേ ഇതിന് ബാക്കിൽ സീറ്റിൽ സെൻട്രൽ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അവിടെ റിയർ ആംറസ്റ്റ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ റൂഫിൽ റെയിൽസ് വരുന്നുണ്ട്. ഇത്രയും വരുന്നത്
എംപവേർഡ് 40+S പറയുന്ന അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡാണ് ഈ പറയുന്ന ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എംപവേർഡ് S40+ എന്ന ടോപ്പ് എൻഡാണ് ഇതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വീഡിയോ കണ്ട മെസ്സേജ് കുറേ ആളുകൾ വിളിച്ചു മെസ്സേജ് അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതിൽ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നില്ല. കിട്ടേണ്ട ഒരു സാധനം, മറ്റു ഓപ്ഷനിൽ കിട്ടേണ്ട ഒരു സാധനം ഇതിൽ കിട്ടുന്നില്ല. ആ 2 സാധനം കിട്ടാത്തതുകൊണ്ട് എംപവേർഡ്+ പിന്നെ അന്ന് മാറേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കേ വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉപയോഗിച്ചതിൽ ഇത് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരല്പം ഈ പിന്നെ നമ്മളെ എംപവേർഡും എംപവേർഡ് S+ തമ്മിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മാറ്റം മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 35,000 രൂപയുടെ ഒക്കെ ഒരു മാറ്റമാണ് എംപവേർഡും എംപവേർഡ് S+ഉം വരുന്നത്. ആ 35,000 രൂപ മാറ്റത്തിൽ വേറെ ഇതിൽ സൗകര്യം കിട്ടുന്നുണ്ട്. ഇനി അഡ്വഞ്ചറും പിന്നെ എംപവേർഡും തമ്മിലുള്ള ഓപ്ഷൻ മാറ്റം എന്ന് പറയുന്നത് ഏകദേശം 80,000 രൂപയാണ്. 80,000 രൂപയുടെ ആ മാറ്റം അഡ്വഞ്ചറും എംപവേർഡും മാറ്റം എന്ന് പറയുമ്പോൾ 360 ക്യാമറന് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ആ വീഡിയോയ്ക്ക് ശേഷം അത് പറയാൻ കാരണം വെച്ചാൽ വീഡിയോ കണ്ട ആളുകളുടെ കുറേ മെസ്സേജ് അതോടെ പറയുന്നത്, നിങ്ങൾ എംപവേർഡ് ഓപ്ഷൻ ബുക്ക് ചെയ്ത ആൾ എംപവേർഡ് തന്നെയാണ് എടുക്കേണ്ടത്, ഒരു മാറ്റമില്ല. ഈ 5 GB ഏറ്റവും നല്ല ഓപ്ഷൻ എംപവേർഡ് S40 തന്നെയാണ്, അല്ലെങ്കിൽ എംപവേർഡെങ്കിലും എടുക്കാം. പിന്നെ അഡ്വഞ്ചർ മോശമല്ല, ഇത്രയും ഓപ്ഷൻസ് അതിൽ കുറവ് വരും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ 360 പോലെയുള്ള ഓപ്ഷൻസ് അതിൽ കുറവ് വരുന്നതാണ് ഞാൻ പറയാനുള്ള കാരണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കുറേ ആളുകൾ വിളിക്കുന്നൊരു വിഷയമാണ്. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2 മാസം മുന്നേ, 5,000 റുപ്യ അടച്ച് ബുക്ക് ചെയ്തിരുന്നു, 16 റുപ്യ അടച്ച് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കമ്പനി ബില്ല് അവർ പറയുന്നു വണ്ടി ഇറങ്ങുമ്പോൾ ഈ പുതിയ ബില്ലിലാണ് വണ്ടി ഇറങ്ങുന്നത്. ഞാൻ അന്വേഷിച്ചിടത്തോളം എൻ്റെ അറിവനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്തത് ഓക്കെയാണ്, പക്ഷേ ബുക്ക് ചെയ്ത ആ റേറ്റിനല്ല, അന്ന് പറഞ്ഞ റേറ്റിനല്ല ഇന്ന് വണ്ടി കിട്ടുന്നത്. വണ്ടിക്ക് ഈ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ വില കൂടിയിട്ടുണ്ട്. പുതിയ ബില്ലുകൾ കഴിഞ്ഞ കുറച്ച് 2-3 ആഴ്ചയായിട്ടുള്ള വരുന്ന ബില്ലുകൾ മുഴുവൻ ബില്ലും പഠിക്കുന്നത് അത് എല്ലാ ഷോറൂമിൽ നിന്നും കേട്ടോ. ഇത് ഒരു ഷോറൂമിൽ മാത്രം വ്യത്യാസമല്ല, എല്ലാ ഷോറൂമിലും എൻ്റെ അറിവനുസരിച്ച് എല്ലാ ഷോറൂമിൽ നിന്ന് പഠിക്കുന്നത് ഒരേ ബില്ലാണ്, ഈ പുതിയ ബില്ലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് പിന്നെ തർക്കിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത എമൗണ്ടിനല്ല നമുക്ക് വണ്ടി കിട്ടുന്നത്. ഇപ്പോൾ ടാറ്റയുടെ പുതിയ ബില്ല് എത്രയാണോ അതിനനുസരിച്ചാണ് വണ്ടി കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിലാണ് വണ്ടി വരുന്നത്. ഒരു 20,000 രൂപയുടെ മാറ്റം എല്ലാ ഓപ്ഷൻസിനും ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബില്ലിലാണ്, പുതിയ ബില്ലാണ് വണ്ടി ഇപ്പോൾ പിന്നെ ഇറങ്ങുന്നത്. ഇപ്പോൾ ഡെലിവറി കിട്ടിയ ആളുകളൊക്കെ പറഞ്ഞത് പുതിയ ബില്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെ ബുക്ക് ചെയ്തത് 5,000 രൂപ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് കിട്ടിയിട്ടില്ല, ആ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ആരെങ്കിലും ഓപ്ഷൻ നേരത്തെ പറഞ്ഞ് വച്ചിട്ടുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അറിവനുസരിച്ച് ഏത് ബുക്ക് ചെയ്ത ആളുകൾക്കും ഇനി വരുന്ന ബില്ല് എന്ന് പറയുന്നത് പുതിയ റേറ്റിൻ്റെ ബില്ലാണ് വരുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടി പറയണം, ഞാൻ പുതിയ ബില്ലാണ് വരുന്നത് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ എംപവേർഡ്+ എന്ന് മാറി ചിന്തിക്കേണ്ട, എംപവേർഡ് S+ തന്നെയാണ് ടാറ്റയുടെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. നല്ല ഓപ്ഷനാണ്. ഇത്രയും സൗകര്യങ്ങൾ വേറെ അത്രയും ഓപ്ഷൻസ് മറ്റിൽ വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അത് അത്ര സന്തോഷമുള്ളതല്ല. കാരണം ബുക്ക് ചെയ്ത കുറേ ആളുകൾ കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കൂളിലെ ഷൈനി ടീച്ചർ ബുക്ക് ചെയ്തിട്ട് മാസങ്ങളായി, ടീച്ചർക്ക് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ബുക്ക് ചെയ്ത കുറേ ആളുകളുണ്ട്. 5 GB ബുക്കിംഗ് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും നെഗറ്റീവ് കമൻറ്റുകൾ, എൻ്റെയൊക്കെ വീഡിയോയുടെ അടിയിൽ നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രയും നെഗറ്റീവ് കമൻറ്റുകൾ പറഞ്ഞിട്ട് പോലും 5 GB ബുക്കിംഗ് അത്രയും വർദ്ധിക്കുന്നുണ്ട്. ഡിമാൻഡ് കൂടി വരികയാണ്. ഇനിയുള്ള ബുക്കിങ്ങുകൾക്കൊക്കെ 6 മാസമാണ് മിനിമം വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. ഈ ബുക്ക് ചെയ്ത ആൾക്കെങ്കിലും, നേരത്തെ ബുക്ക് ചെയ്ത ആൾക്കെങ്കിലും പെട്ടെന്ന് വണ്ടി കിട്ടിയാൽ സന്തോഷമായിരുന്നു. കാരണം വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, പിന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെയുള്ള ടെൻഷൻ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം അതുകൊണ്ട് കുറേ ആളുകൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ടാറ്റ എത്രയും പെട്ടെന്ന് ഈ ബുക്ക് ചെയ്ത ആളുകൾ വണ്ടി കൊടുക്കുക. ഇനിയുള്ള ബുക്കിങ്ങിന് 6 മാസം എന്ന് പറയുന്നുണ്ട്, ശരി. എന്നാൽ ഈ ബുക്ക് ചെയ്ത ആളുകൾക്ക് 2, 3, 4, 5 മാസമായ ആളുകളുണ്ട്. അവരെ വണ്ടി ഒന്ന് പെട്ടെന്ന് കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പോൾ ഇനി ബുക്കിംഗ് എന്ന് പറയുന്നത് 6 മാസത്തിലധികമാണ് പറയുന്നത്. ബുക്കിംഗ് കൂടിയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ 5 GB ഓക്കെയാണ്, ഒരു സംശയവും വേണ്ട. ചെറിയ കംപ്ലൈൻറ്റുകൾ ഉണ്ട് കേട്ടോ. 100% കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടിയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. ചെറിയ കംപ്ലൈൻറ്റ് നല്ലോണം കേൾക്കുന്നുണ്ട്. കുറേ പരിഹരിച്ച് വരുന്നുണ്ട്. പിന്നെ ചിലർക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട്. എങ്കിലും തമ്മിൽ ഭേദം ഈ ഒരു റേറ്റും ഈ ഒരു പിന്നെ ഫെസിലിറ്റികളും ഒക്കെ നോക്കുകയാണെങ്കിൽ റേഞ്ചും ഏറ്റവും പ്രധാനമാണ്. ഈ റേറ്റും ഈ റേഞ്ചും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്ര റേറ്റിന് ഈ റേഞ്ചുള്ള ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് 5 GB തന്നെയാണ്.
വേറെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ റേറ്റ് കൂടും, നല്ല മാറ്റം വരും, ലക്ഷങ്ങൾ 4-5 ലക്ഷങ്ങൾ മാറ്റം വരും. എന്നാൽ റേഞ്ചോ ഈ റേഞ്ചേ ഉള്ളൂ. ഇതിനും ഇതേ റേഞ്ചിൽ 4-5 ലക്ഷം കൂട്ടി കൊടുക്കുന്ന വണ്ടി എടുക്കണോ അതോ പിന്നെ നമുക്ക് 5GB വേണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ബുക്കിംഗ് വരാനുള്ള കാരണം. അപ്പം അതുകൊണ്ട് ഈ ബുക്ക് ചെയ്ത ആളുകൾക്ക് നേരത്തെ 2-3-4 മാസമായ ആളുകൾക്ക് വണ്ടി വേഗം കൊടുക്കാനുള്ള ഒരു പിന്നെ സൗകര്യം ടാറ്റ ചെയ്ത് കൊടുക്കണം, ഒന്ന് സ്പീഡാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ്, അതാണൊരു വിഷയം. ആ മാപ്പിലെ ബാറ്ററി പെർസെൻറ്റേജ് ഉടൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ മാത്രമാണ്, ഞാനത് ഉറപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അറിയുന്നത് അത് കുറച്ച് വൈകും, കാരണം അതൊരു പ്രീമിയം ഓപ്ഷനാണ്. പുതിയ സിയറ, ഹാരിയർ പോലെയുള്ള വണ്ടിയിലൊക്കെയാണ് പ്രീമിയം ഓപ്ഷനിലാണ് അത് വരുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നറിയില്ല, എങ്കിലും അത് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഏറ്റവും സൗകര്യപ്രദമായ EV വണ്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഓപ്ഷനാണ് ഈ ഗൂഗിൾ മാപ്പ്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ മാപ്പിൻ്റെ കൂടെ നമുക്ക് 100 കിലോമീറ്റർ യാത്രയുള്ള സ്ഥലത്ത് എത്തുമ്പോഴേക്കും എത്ര ചാർജ് ബാക്കി ഉണ്ടാവും, തിരിച്ചുവിടെത്തുമ്പോൾ എത്ര ചാർജ് ബാക്കി ഉണ്ടാവും എന്നൊക്കെ കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം അത് വീണ്ടും ടാറ്റയുടെ ഒരു അപേക്ഷയാണ്, ഞങ്ങൾക്കും കൂടെ ആ ഓപ്ഷൻ തരണം, എംപവേർഡ്+കാർക്കും കൂടെ ആ ഓപ്ഷൻ തരണം. അതിന് പ്രീമിയം ആക്കി മാറ്റി വെക്കല്ലേ, ഞങ്ങൾക്ക് കൂടെ തരണം എന്നൊരു അപേക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ബൈ.